ഓം നമ ശിവായ. അത് ഇതിന്റെ കൂട്ടെ നമ്മൾ ഒരു കൈ എടുത്ത് നമ്മളൊരു ഷോർട്ട് അനാലിസിസ് സ്ട്രെങ്ത് വീക്ക്നസ് ഓപ്പർച്യൂണിറ്റി ത്രെഡ്സ് എന്ന് പറയുന്ന നമ്മളൊരു കൈ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ വ്യക്തിയുടെ കൈ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ വ്യക്തിയുടെ ഒരു 50% പ്രശ്നവും അയാളുടെ പ്രീവിയസ് ബർത്തുമായിട്ട് കണക്റ്റഡ് ആണ്. അവിടെ 25% അല്ല, ആ വ്യക്തിക്ക് പ്രീവിയസ് ബർത്ത് ഇഷ്യൂസ് 50% ആണ്, മറ്റിടത്ത് കുറവേ ഉള്ളൂ. DNA ഓക്കെ ആണ് അങ്ങനെ. ചില വ്യക്തികളെ നോക്കുമ്പോൾ അയാൾക്ക് പ്രീവിയസ് ബർത്ത് കർമാസിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അദ്ദേഹത്തിന്റെ DNA പ്രശ്നം നിൽക്കുന്നത്. ചില വ്യക്തികൾ ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ പോലും വളർത്ത ദോഷം എന്ന് പറയുന്ന പോലെ അവരുടെ ബ്രോട്ടപ്പിലാണ് കളി കിടക്കുന്നതെന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഇതിന്റെ എവിടെയാണ് അവർക്ക് കീ ആയിട്ട് അവർക്ക് ലാക്കിംഗ് ഉള്ളത് അതിനെ നമ്മൾ ആദ്യം ഫൈൻഡ് ചെയ്തിട്ട് വേണം അവിടെയാണ് പോയി നമ്മൾ അതിന്റെ റെമഡീസ് അല്ലെങ്കിൽ അതിന്റെ പരിഹാരങ്ങൾ കൊടുക്കാൻ. അപ്പൊ ഈ പരിഹാരങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ അണ്ടവും പിണ്ടവും ഒന്ന് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ മൈക്രോകോസം മാക്രോകോസം എന്ന് പറയുന്ന തിരിച്ചറിവ്, നമ്മുടെ ബോഡി, നമ്മുടെ ഈ ശരീരം തന്നെ പഞ്ചഭൂത നിർമ്മിതമാകുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഉള്ളതും പ്രപഞ്ചത്തിലുള്ളതും നമ്മുടെ ശരീരത്തിലുള്ളതും ഒന്നാണെന്ന ഒരു തിരിച്ചറിവ് നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ അതുമായിട്ട് സിങ്ക്രണൈസ് ആകാനുള്ള മെത്തഡോളജിയാണ് ആസ് എ പേഴ്സൺ ഞാൻ ഒരു ക്ലയന്റിന് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഞാനൊരു പ്രൊഡക്റ്റ് സെല്ലർ അല്ല. അതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ തത്വങ്ങൾ ഭൂമിയിൽ ചവിട്ടി നിൽക്കുക. ഇതിൽ ഏറ്റവും അകനീയമായി പഞ്ചഭൂത സിദ്ധാന്തം അല്ലെങ്കിൽ പഞ്ചഭൂത മെഡിറ്റേഷൻ നാച്ചുറലി സംഭവിക്കാൻ ഞാൻ പല ക്ലയന്റിനോടും പറയുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദയ സമയത്തോ അസ്തമയ സമയത്തോ ബീച്ചിൽ പോവുക. ബീച്ചിൽ പോയിട്ട് ചെരുപ്പിടാണ്ട് ബീച്ചിൽ ഉദയം കണ്ടിട്ട് ഒരു 15 മിനിറ്റ് അവിടെ നിൽക്കി. നിങ്ങളുടെ ബോഡിയിൽ ഈ പറയുന്ന 5 എലിമെന്റ്സ് ബാലൻസ് ആകാൻ ഇതിനപ്പുറം ഒരു മാർഗമില്ല. കാലുകളിൽ വെള്ളം വന്നിങ്ങനെ ഉപ്പ് വെള്ളം വന്ന് കാലിൽ തട്ടി അത് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ നെഗറ്റിവിറ്റി എല്ലാം വാനിഷ് ചെയ്യപ്പെടുകയാണ്. നമ്മുടെ ഹീലേഴ്സ് അങ്ങൊരു ഹീലർ ആണെന്ന് എനിക്കറിയാം. ഹീലേഴ്സ് ചെയ്യുന്ന ഒരു രീതിയാണ് ഉപ്പ് വെള്ളം കൊണ്ട് കാല് കഴുകുക. പ്രാണിക്കലാണെങ്കിൽ റെക്കിയിലാണെങ്കിൽ ചെയ്യുന്ന രീതിയാണ്. ഇത് നാച്ചുറലി അവിടെ സംഭവിക്കുന്നത്. അതെ. പിന്നെ അതുപോലെ തന്നെ ചെരുപ്പ് ഇടാണ്ട് ഗ്രാവിറ്റി പുള്ള് കൊണ്ടുകൊണ്ട് നമ്മുടെ ശനീശ്വരന്റെ ആ ഒരു എനർജി അല്ലെങ്കിൽ ഗ്രാവിറ്റി പുള്ള് നമുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ അസ്ഥി നമ്മുടെ ശരീരം ഫിസിക്കാലിറ്റി ഈ ഭൂമി തത്വമൊക്കെ അവിടെ ബാലൻസ് ചെയ്യാം. ആകാശ തത്വം അവിടെ ബാലൻസ് ചെയ്യാം. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, നമ്മുടെ ടോട്ട് ചക്ര എല്ലാം ആകാശവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പം അത് നമുക്ക് ബാലൻസ് ആകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സൂര്യൻ, അഗ്നി തത്വം അവിടെ എല്ലാം ഒരേ സമയം ഒരുപോലെ ബാലൻസ് ആകും. ഇത്രയും കോടികൾ വിലയുള്ള ഇത്രയും നല്ല രീതിയിലുള്ള മാർഗം നമ്മുടെ മുന്നിലുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലോട്ട് പോകുന്നത്? കാരണം ഇത് ആർക്ക് തിരിച്ചറിവില്ല. കാരണം എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നത് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള മെത്തഡോളജിയാണ് ഏറ്റവും ബെനിഫിഷ്യൽ എന്ന് ധരിക്കുന്ന ഒരു യുഗത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ടെക്നോളജിക്കൽ യുഗമാണ്. AI-യുടെ ഒരു എക്സ്ട്രീം ലെവലാണ്. ഇപ്പൊ AI-ക്കൊന്നും കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. AI-ക്ക് സജഷൻസ് കൊടുക്കാം. ബട്ട് നമ്മൾ ചെയ്യേണ്ടത് പ്രകൃതിയിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. AI ഞാൻ കുറ്റപ്പെടുത്തല. AI-ക്ക് ഏറ്റവും കൂടുതൽ ഒരു അഡ്വാൻറ്റേജസ് ഉള്ള ഒരു കാലഘട്ടമാണ്. നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിൽ എല്ലാവരും എത്തിച്ചേരുന്നുണ്ട്. പക്ഷേ AI ഉപയോഗിച്ചിട്ടാണല്ലോ ചെയ്തത്. ഈ പ്രകൃതിയിലെ എല്ലാ തിയറീസും എല്ലാ സങ്കല്പവും എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയോ മനോഹരമായ ഒരു AI ആണ് അവിടെ വർക്ക് ചെയ്യുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ഈ ഒരു വേരിയേഷൻ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ എവിടെയാണ് അവനെ റൂട്ടിൽ കറക്റ്റ് ചെയ്യേണ്ടത് എന്ന തിരിച്ചറിവ് നമ്മൾ വരിക. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഞാൻ ഈ ക്ലയൻസിനോട് പറയുന്ന ഏറ്റവും മനോഹരമായ ഒരാണ് ഈ നമ്മൾ കഴിക്കുന്ന ഡയറ്റ് ബിക്കേം അവർ ക്യാരക്ടർ. അപ്പോൾ നമ്മൾ തമസിക്, രജസിക്, അതുപോലെ തന്നെ നമ്മൾ എന്ത് കഴിക്കുന്നു അത് നമ്മളായി തീരുന്നുണ്ട്. അന്നം ആണ് എല്ലാത്തിൻ്റെയും ക്യാരക്ടറും എല്ലാം നമുക്ക് സ്വാധീനിക്കുന്നത്. അപ്പം നമ്മൾ ചോദിക്കാം, എന്താണ് സാത്വികം, എന്താണ് രജസിക്, എന്താണ് തമസിക്? ഇത് നമുക്ക് പെട്ടെന്ന് മെറ്റീരിയലൈസ് ചെയ്യാൻ ഞാൻ 3 കഥാപാത്രങ്ങളെ പറയാം. 3 കഥാപാത്രങ്ങളെ നമുക്ക് ഓരോ കാര്യത്തിലെടുക്കാം. രാമായണത്തിൽ എടുത്തു കഴിഞ്ഞാൽ കുംഭകർണൻ നമുക്ക് തമസിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന് പറയാം. ഉറങ്ങുക, കഴിക്കുക, അവരെപ്പോഴും ഉറങ്ങുക, കഴിക്കുക, ഉറങ്ങുക, കഴിക്കുക. അവരെപ്പോഴും എന്താ പറയുക, അവർക്ക് ഒരു ലേസി പേഴ്സൺസ്, അവർക്ക് ആക്റ്റീവ്നെസ് ഉണ്ടാവത്തില്ല. അപ്പൊ അതിനെ കുംഭകർണനെ അവരുടെ ഇഷ്ടപ്പെടത്തിൽ മാത്രം അവര് ചെയ്യുന്നു. ഇനി രജസിക് എന്ന് പറയുമ്പോൾ നമുക്ക് രാവണനെ എടുക്കാം. രജസിക് എന്ന് പറയുമ്പോൾ അവർ ഓവർ ആക്റ്റീവ് ആണ്. അവർക്ക് എപ്പോഴും മറ്റുള്ളവരുടെ ഈഗോസ്റ്റിക് പേഴ്സൺസ് ആയിരിക്കും. അവർക്ക് മറ്റുള്ളവരുടെ അടുത്ത് എമ്പതിയും ഒന്നും ഉണ്ടാവില്ല, കമ്പാഷൻ ഒന്നും ഉണ്ടാവില്ല. അവർക്ക് ഇതിനകത്തുള്ള ഒരു താല്പര്യം കൂടുതലായിരിക്കും. ഇനി സാത്വികമായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ വിഭീഷണൻ എടുത്തു കഴിഞ്ഞാൽ രാമനാമം ജപിച്ച് അവർക്ക് വസ്തുതകൾ പറഞ്ഞു കൊടുത്ത് റിയലിസ്റ്റിക് ബോധം എടുക്കുന്ന ഒരു അവസ്ഥ. ഇനി അതിൻ്റെ ഒരു ഫുഡിൻ്റെ രീതിയിലോട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ ആ മാവിനകത്തുള്ള ഒരു മാങ്ങ, നല്ല പഴുത്ത ഒരു മാങ്ങയ
നമ്മൾ ആ മാവിൽ നിന്ന് പറിച്ച് അവിടെ നിന്ന് വളരെ എൻജോയ് ചെയ്ത് കഴിക്കുന്നത്, അത് ജീവോർജ്ജം ഏറ്റവും കൂടിയ ഏറ്റവും മനോഹരമായ ഒരു ഒരു മാങ്ങ നമ്മൾ കഴിക്കുമ്പോൾ നമ്മളൊരു സാത്വിക ഗുണം നമ്മളിൽ കൂടുന്നു. ഇതേ നമ്മൾ പച്ച മാങ്ങയെ പറിച്ചിട്ട് ഉപ്പിലിട്ട് മുളക് ചേർത്ത് നമ്മൾ ഒരു എൻജോയ് ചെയ്ത് വേറൊരു ലെവലിൽ കഴിക്കുകയാണെങ്കിൽ അത് രജസിക്കായി. ഇനി പഴുത്ത മാങ്ങയെ കൊണ്ടുപോയി ഫ്രിഡ്ജ് കയറ്റി വെച്ച് 10 20 ദിവസങ്ങൾ കഴിഞ്ഞ് അല്ലെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞിട്ട് അതിനെ വേറൊരു ഫോമാറ്റ് ആക്കി നമ്മൾ കഴിച്ചാൽ അത് താമസിക്കായി അല്ലേ? ഒരു സിമ്പിളസ്റ്റ് ഫോമാറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഷെഡിൽ കിടക്കുന്ന കാറ് താമസിക്കാണ്, അതിനെ സ്റ്റാർട്ട് ചെയ്ത് വളരെ ആക്സിലേറ്ററിൽ പ്രസ് ചെയ്ത് നമ്മൾ റൈസ് ചെയ്ത് നിർത്തുന്നത് രജസിക്കാണ്, നമ്മൾ റോഡിലൂടെ 60 കിലോമീറ്റർ വേഗതയിൽ കറക്റ്റായിട്ട് പോകുന്നത് സാത്വികമാണ്. അപ്പോൾ ഒരു വ്യക്തിയിൽ സാത്വികമായ ഗുണങ്ങൾ ഒരു 60% അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് രജസിക്ക് എത്ര വേണം? ഒരു 30%, മറ്റത് 10%. അപ്പോൾ ചോദിക്കാൻ 10% എന്തിനാ താമസിക്കണം ഇല്ലെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല, നമുക്കെല്ലാം വേണം. കാരണം ഒരു വ്യക്തിയെ താമസിക്കലുള്ള വ്യക്തിയെ രജസിക്കിലാക്കിയാൽ മാത്രമേ സാധ്യത്തിൽ കൊണ്ടുപോകാൻ പറ്റൂ അല്ലേ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ ഉണർത്തണം. കുംഭകർണനെ ഉണർത്തി കഴിഞ്ഞാൽ മാത്രമേ അടുത്ത സ്റ്റേജിൽ കൊണ്ടുപോകാൻ പറ്റൂ. അപ്പൊ ഇതൊരു ഫോമാറ്റാണ്. അപ്പൊ നമ്മൾ ഈ കൈ നോക്കുന്ന സമയത്ത് ഈ വ്യക്തിയിൽ ഏത് ക്വാളിറ്റിയാണ് ഇവൻ താമസി ക്വാളിറ്റി നിൽക്കുന്നവർ ഒരുപാടുണ്ടാവും. കാരണം അവന് ഒന്നിനോടും ഒരു ഇൻട്രസ്റ്റ് ഇല്ല, അവൻ താമസിക്കണം. കാരണം അവൻ കഴിക്കുന്ന കംപ്ലീറ്റ് രാത്രി 2 മണിക്കാണ് ഫുഡ് കഴിക്കണം. കാരണം ഇവിടെ റൂൾ എന്ത് പറയുന്നു? അസ്തമനം കഴിഞ്ഞാൽ നമ്മൾ പക്ഷിമൃഗാദികളൊന്നും നോക്കി പഠിക്കൂ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഭക്ഷണം കഴിക്കുന്ന 6 മണിക്ക് ശേഷമാണ്. 6 മണിക്ക് ശേഷം അല്ലെ? അത് പോട്ടെ, കുട്ടികൾ നൈറ്റ് ഈ അൺടൈമിൽ ഫുഡ് കഴിച്ചിട്ട് കിടന്നു, അതും നോൺ വെജ്. അപ്പൊ എന്തായിരിക്കും അവന്റെ ഒരു രീതി? ബോഡി മെറ്റാബോളിസം കറക്റ്റ് ആണെങ്കിൽ നൈറ്റ് സ്ലീപ്പ് ചെയ്യുന്നതിന് 5 6 മണിക്കൂർ മുമ്പ് ആഹാരം കഴിച്ച് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നതാണ് റൂൾ. അപ്പൊ ഇതൊന്നും ഫോളോ ചെയ്യാണ്ട് നമ്മളിങ്ങനെ കൈ നീട്ടിയിട്ട് നമുക്കെന്തോ മറ്റാൾക്കെന്തോ മന്ത്രസിദ്ധിയോ അത്ഭുത സിദ്ധിയോ വെച്ചിട്ട് ഇവരൊക്കെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാമെന്ന് പറയുന്നില്ലേ? അവരിന് ഒരു വ്യക്തി ആ വ്യക്തിയിൽ തന്നെയാണ് ചേഞ്ചസ് വരുത്തേണ്ടത്, അല്ലാണ്ട് അതൊരു എക്സ്റ്റേണലി കിട്ടുന്ന സാധനമല്ല. അപ്പം എനിക്ക് നന്നാവണമെങ്കിൽ ഞാൻ തന്നെ എൻ്റെ മൈൻഡ് ബോഡി എന്ന് പറയും. അപ്പം അതിനകത്ത് ഒരു 4 വേർഡുകൾ ഞാൻ ജീവിതത്തിൽ പറയാം. നമുക്ക് പ്ലഷർ എന്ന് പറയുന്ന ഒരു വേർഡുണ്ട്. പ്ലഷർ, ഹാപ്പിനെസ്, ജോയ്, ദെൻ ബ്ലിസ്. ഇത് 4ഉം നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മാസ്ലോസ് നീഡ് ഹയറാർക്കി തിയറി കൂടെ ഇതിനോടത്ത് ലിങ്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു 10 ദിവസം ഒരാളെ റൂമിൽ അടച്ചിട്ടിട്ട് 10ാം ദിവസം തുറന്ന് വിട്ടിട്ട് പോയി മെഡിറ്റേറ്റ് ചെയ്യാൻ പറഞ്ഞ് ഒരിക്കലും അയാൾക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. There will be a hierarchy in some needs. Unless otherwise അവന്റെ പ്രിലിമിനറി നീഡ്സ് ആയ ഫുഡ്, ക്ലോത്ത്, ഷെൽട്ടർ എന്ന് പറഞ്ഞ നീഡ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അടുത്ത നീഡിലോട്ട് അവൻ വരത്തുള്ളൂ. അപ്പൊ ഇവിടെ പ്ലഷർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അവന്റെ പ്രൈമറി നീഡ്സിൽ പെടുന്ന കാര്യമാണ്. ഈ പ്ലഷർ എന്ന് പറയുമ്പോൾ ഒരു ചോക്ലേറ്റ് കഴിക്കുമ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നാക്കിൽ നിന്ന് ഇവിടം വരെ ഇറങ്ങുന്നവരെ വളരെ ഷോർട്ട് സ്പാൻ ആണ് പ്ലഷർ. ബോഡി അനുഭവിക്കുന്ന ഒരു കാര്യമാണ് പ്ലഷർ എന്ന് പറയുന്നത് അല്ലേ? ഇനി മൈൻഡ് ആണെങ്കിൽ ചില ആൾക്കാർ, ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഈഗോസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് കാർ വാങ്ങി അടുത്ത വീട്ടുകാരെ കാണിക്കുക, ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെ കാണിക്കുക. അതൊരു മൈൻഡ് അനുഭവിക്കുന്നില്ല, അത് കുറച്ച് ഷോർട്ടാണ്. അപ്പോൾ ആ കാർ ഒബ്സലേറ്റ് ആകുന്നവരെ ആ ഒരു ഷോ ഓഫ് ഉണ്ടാവും അല്ലേ? അപ്പം അത് മൈൻഡാണ് അത് അനുഭവിക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഇയാൾ കാറ് മേടിക്കാൻ വേണ്ടി സേവ് ചെയ്ത് വെച്ച എത്രയോ ലാക്സ് അല്ലെങ്കിൽ ആ എമൗണ്ട് കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൊളീഗ്സിൻ്റെ മകളുടെ ഹാർട്ട് സർജറിക്ക് വേണ്ടി ടോട്ടലി എടുത്തു കൊടുത്തു. അവർ രക്ഷപ്പെട്ടപ്പോൾ ആ ഫാമിലി ഇവരുടെ അടുത്തുള്ള ഗ്രാറ്റിറ്റ്യൂഡിൽ ഇവർ എത്രത്തോളം സ്നേഹത്തോടെ കാണും, അത് കുറച്ചും കൂടെ ഒത്തിരി ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. അത് അനുഭവിക്കുന്നത് ഹൃദയമാണ്. ആദ്യത്തത് പ്ലഷർ അനുഭവിക്കുന്ന ബോഡി ആണെങ്കിൽ പിന്നെ എന്താ പറയുക, ഹാപ്പിനെസ് അനുഭവിക്കുന്ന മൈൻഡ് ആയിരിക്കും. ജോയ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് വേർഷൻ ഓഫ് തിങ്സ് ആണ്, അത് അനുഭവിക്കുന്ന നമ്മുടെ ഹൃദയമാണ്. അപ്പൊ ഇത് തന്നെ നമ്മുടെ കൈകളിലൂടെ നമുക്കറിയാൻ പറ്റും. അത് കൊടുക്കുന്ന ആളിനെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്ത ആളാണെങ്കിൽ വരാമല്ലേ? തീർച്ചയായും അതൊരു നല്ല വാലിഡ് പോയിന്റ് ആണ്. നല്ല വാലിഡ് പോയിന്റ് ആണ്. അവിടെയാണ് ഹൃദയം പൊട്ടിച്ച അവിടെയാണ് നമ്മൾ ഇല്യൂഷനിൽ പെട്ടുകൂടാതെ. അപ്പൊ ഇല്യൂഷനുള്ള വ്യക്തിക്ക് ഇദ്ദേഹം പറഞ്ഞ മാതിരിയുള്ള പ്രോബ്ലംസ് വരാം. മറ്റേ ആള് കൊടുക്കുന്ന പാത്രം പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അതും ശ്രദ്ധിക്കണം. ലാസ്റ്റ് സ്റ്റേജ് കേട്ടോണ്ട് ഉടനെ ചാടിക്കറി ചെയ്യരുത്. ഹാർട്ട് അറ്റാക്ക് ലാസ്റ്റ് സ്റ്റേജ് ആണ് നമ്മൾ സോൾ ലെവലിൽ പോയിട്ട് നമ്മൾ ഈ മെഡിറ്റേഷൻ പോലെയുള്ള ടെക്നിക്സ് ചെയ്തിട്ട് നമ്മൾ സോളിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി ആത്മീയതല്ല, അത് അൾട്ടിമേറ്റ് ആണ്. ഇറ്റ് വിൽ ലാസ്റ്റ് ഫോർ എവർ. സച്ചിദാനന്ദം, അതിനപ്പുറം ഒന്നുമില്ല. അപ്പൊ നമ്മള് ഇത് എക്സാക്ട്ലി ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ കണ്ടിന്യൂവൽ ഇംപ്രൂവ്മെന്റ് ആണ്. കണ്ടിന്യൂവൽ എന്ന് പറയുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ്. മാസ്ലോസ് നീഡ് ഹയറാർക്കി പറയുന്ന പോലെ ആദ്യത്തെ നീഡായ പ്ലഷർ നീഡ് സാറ്റിസ്ഫൈ ചെയ്താലേ അയാൾക്ക് മൈൻഡ് നീഡിൽ വരാൻ പറ്റും. മൈൻഡ് നീഡിൽ പോയാലേ ഹാർട്ടിലോട്ട് പോകാൻ പറ്റും, അതിന് മുകളിൽ സോളിലോട്ട് പോകാൻ പറ്റും. അപ്പൊ ഇവിടെ എല്ലാം വേണ്ടിയത് തിരിച്ചറിവാണ്.
തിരിച്ചറിവ് നൽകാൻ ദൈവം തന്നിരിക്കുന്ന മനോഹരമായ കാര്യങ്ങളാണ് നമ്മുടെ കയ്യിലുള്ള ലൈൻസ്, മൗണ്ട്സിന്റെ പൊസിഷൻ, നഖത്തിന്റെ കളർ. നഖത്തിന്റെ കളർ എന്ന് പറയുമ്പോൾ നഖത്തിന്റെ കളറിനെ കുറിച്ചിട്ട് നമുക്ക് ഒരുപാട് പല ആൾക്കാരും പറയുന്ന ഒരു പോയിന്റ്, ഞാനത് ക്ലിയർ ആയിട്ട് പറഞ്ഞോട്ടെ. ചില ആൾക്കാർ പറയുന്നത് വെച്ചാൽ കയ്യിൽ വെളുത്ത പുള്ളി വന്നാൽ നിൽക്കുന്നതിന് വസ്ത്രം വരും, നിനക്ക് സ്വർണം വരും, കാശ് വരും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നുമില്ല, ഇത് കാൽസ്യത്തിന്റെയോ സിങ്കിന്റെ കുറവാണത്. മനസ്സിലായില്ലേ? അപ്പൊ ഇത് വെച്ച് റോസ് കളർ ആയിരിക്കണം അല്ലേ? കൈയുടെ നഖത്തിന്റെ കളർ ഒരു ഇളം പിങ്ക് കളർ, റോസ്, എല്ലാം റോസ് കളർ. അതാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സന്റെ. അപ്പൊ ഇതുപോലെ തന്നെ ഈ ഹാഫ് മൂൺ നമ്മുടെ എല്ലാ വിരലുകളും എല്ലാവരും ശ്രദ്ധിച്ചോളൂ. അവർക്ക് ഈ നഖത്തിന്റെ എൻഡില് ഒരു ഹാഫ് മൂൺ എല്ലാവർക്കും വേണം. ആ ഹാഫ് മൂൺ ഇല്ലെങ്കിൽ അവരുടെ മെറ്റാബോളിസം കറക്റ്റ് അല്ല, അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം കറക്റ്റ് അല്ല, അവർക്ക് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ട്. എസ്പെഷ്യലി ലേഡീസിന്റെ കയ്യിലാണെങ്കിൽ തൈറോയ്ഡ് കൊണ്ടുപോയി ചെക്ക് ചെയ്തോളൂ. തൈറോയ്ഡ് ഫംഗ്ഷനാലിറ്റി വിൽ നോട്ട് ബി ഹൈപ്പർ അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡ്സ് ഉണ്ടായിരിക്കും. 100% പ്രശ്നം ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഇൻഡിക്കേഷൻ ആണ്. കാരണം ഇതൊക്കെ ഇപ്പോഴത്തെ കുട്ടികളിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന, അതിന് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം കൂടെ അതിനകത്തുണ്ട്. ശൂന്യത പറയുന്ന ഒരു സാധനമാണ്. നഖം എന്നുള്ള വാക്കിന് തന്നെ നഖം എന്നാണ്, ഖം എന്നത് സ്പേസ് എന്നാണ്. അപ്പൊ ഈ മാംസത്തിന്റെയും ഈ ഇരിക്കുന്ന ഷീൽഡിന്റെ ഇടയിൽ സ്പേസ് ഇല്ല, അതുകൊണ്ട് നഖം എന്ന് വിളിക്കുന്നത്. പുതിയ അറിവായിരുന്നു, എനിക്കറിയില്ല. അത്രയും ഗംഭീരമായ ഒരു സാധനമാണ് ഇത്. അല്ല, അത് ഈ നഖത്തിനെ ബേസ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് രോഗങ്ങൾ. ഈ നഖത്തിൽ നമുക്കൊരു ലൈൻ ഇങ്ങനെ വരണമെങ്കിൽ അത് അയൺ ഡെഫിഷ്യൻസിയുടെ കുറവുകൊണ്ടിട്ടായിരിക്കും വരുന്നത്. ഈ നഖത്തിൽ പ്രത്യേകിച്ച് ഒരു കളർ മാർക്ക്, നമുക്കൊരു ബ്ലാക്കിഷ് ടിന്റ് പോലെയൊക്കെ വരികയാണെങ്കിൽ അവരുടെ ബ്ലഡ് ഇമ്പീരിയർ ആകുന്നു എന്നാണ്. ഡീടോക്സിഫിക്കേഷൻ ചെയ്യണം. അവർ ഐഡിയൽ നമുക്ക് ഡിപ്രഷന് വേണ്ടിയുള്ള മരുന്ന് കഴിക്കണമാവാം, അല്ലെങ്കിൽ ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരിലാകാം, അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയുമായിട്ടുള്ള സംസർഗം. കൈ കണ്ടിട്ട് നഖം വെച്ചിട്ടാണ് ഇത് പറയുന്നത്. ആളുടെ ക്യാരക്ടറും വളരെ ഇമ്പോർട്ടന്റ്. തീർച്ചയായിട്ടും അതിൽ ഈ വിരൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ വിരൽ കുട്ടി, ഈ വിരലിന്റെ നീളം വെച്ചിട്ടാണ് ഒരാളുടെ ആത്മബലവും ഒരാളുടെ പ്ലസ് മനസ്സിലാക്കുന്നത്. ഇപ്പം നമുക്ക് ഈ വിരല് ഞാൻ ജിക്ക് പറഞ്ഞു തരാം. ഇപ്പം താങ്കൾ ഒരു എംപ്ലോയർ ആണെന്നിരിക്കട്ടെ. താങ്കൾ ഒരു പിന്നെ ആ ഒരു ഓർഗനൈസേഷനിൽ ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരാളെ നമുക്ക് സെലക്ട് ചെയ്യാൻ പോകണം. ഇപ്പം ജിയുടെ വിരൽ ഒന്ന് കാണിച്ചേ. ഓക്കെ, ഈ വിരൽ ബാക്കിലോട്ട് വളയുന്നില്ല. എന്റെ ഫിംഗർ ഒന്ന് ബാക്കിലോട്ട് വളച്ച് നോക്കിയിട്ട് വളയുന്നില്ല. നമ്മുടെയൊക്കെ പ്രശ്നം, നമ്മുടെ രണ്ടുപേരും കോമൺ പ്രശ്നമാണ്. നമ്മൾ ഈ ഓഡ് മാൻ ഔട്ട് പോലെ നിൽക്കും. നമുക്ക് ഭയങ്കര ആയിട്ടുള്ള അഡോപ്റ്റബിലിറ്റി കുറവാണ്. അപ്പൊ നമ്മളൊരു ഗ്രൂപ്പിനോട് പോയി കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾ എന്ന് പറയും. വി ആർ നോട്ട് റെഡി ടു കോംപ്രമൈസ് അവർ റൂൾസ് ആൻഡ് അവർ പ്രോട്ടോകോൾസ്, അവർ പ്രിൻസിപ്പിൾസ്. അപ്പം ഇവർ അഡോപ്റ്റബിൾ അല്ല. ഇത് പക്ഷേ ഒരു വ്യക്തിപരമായി എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പേഴ്സണെ നമുക്ക് കട്ടയ്ക്ക് വിശ്വസിക്കാം. ഇവരെന്തിനും കൂടെ നിൽക്കും. ഇവര് ആത്മബോധമുള്ള വ്യക്തികളാണ്. ഇത് ചില വ്യക്തികളുടെ വിരൽ ഇവിടെ മറക്കി കഴിഞ്ഞാൽ ഇവിടെ വന്ന് തൊടുന്ന ആൾക്കാരുണ്ട്. ഇത് മടങ്ങി തിരിഞ്ഞ് ഇവിടെ വന്ന് തൊടും. അവര് നോക്കിക്കഴിഞ്ഞാല് അവര് മറ്റേ ഈ ലാലേട്ടൻ പറയുന്ന ഈ വണ്ടിയിൽ പെട്രോളും അടിക്കാം, ഡീസലും അടിക്കാം, പച്ചവെള്ളത്തിൽ ഓടും. എന്നും പറയാം. കാരണം ഇവരെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കരുത്. കാരണം ഇവര് ഒരു ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു അടി വരണത് കണ്ട ഒരു അപ്പ എസ്കേപ്പ് ആവും, ഒരിക്കലും കൂടെ നിൽക്കത്തില്ല. പക്ഷെ അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞോ, അവർ ഭയങ്കര അഡ്ജസ്റ്റബിൾ ആണ്. അവർ ഏത് ഗ്രൂപ്പിനോടും അവർക്ക് ആ ഗ്രൂപ്പിനോട് ഒത്തുപോകാൻ പറ്റും എന്ന് പറഞ്ഞാൽ അവര് ഭയങ്കര പൊളിറ്റീഷ്യൻ. അവർക്ക് സ്വന്തമായ ഒരു സ്റ്റേബിൾ ഡിസിഷനോ ഒരു സ്റ്റാൻഡോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇത് വിൽ പവറിനെ ഇതുകൊണ്ട് തന്നെ ഈ വിരലിന്റെ, അതുപോലെ ഈ വിരലിന്റെ നീളം, ഈ വിരൽ ചില ആൾക്കാർ വളരെ കുറുകിയിരിക്കും, ആത്മബലം വളരെ കുറവ്. ചില ആൾക്കാരുടെ വിരൽ ഇവിടെ ഗത പോലെ ഇരിക്കും. പിന്നെ ഈ കൊലപാതകം ചെയ്യുക, കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുടെയൊക്കെ ഈ ഫിംഗർ പിടിച്ചു നോക്കിയിട്ടാണ് പല ക്രൈംസ് പോലും വിലയിരുത്തുന്നത്. അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് നമുക്ക് ഈ തമ്പിന് ഉണ്ട്. അതുപോലെ തന്നെ തമ്പിന്റെ നഖങ്ങൾ, ഈ തമ്പിലെ നഖമാണ് നമുക്ക് ഈ പറഞ്ഞ അവിടത്തെ ഉള്ള ഹാഫ് മൂൺ അല്ലെങ്കിൽ ലെനോള എന്ന് പറയുന്ന ഈ പറഞ്ഞ ചെറിയ സൈൻ ഇല്ലേ, ഈ സൈൻ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ പിന്നെ ഈ പറഞ്ഞ ഹോർമോണൽ ഇംബാലൻസ് ഉൾപ്പെടെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയൊക്കെ നമുക്ക് അഫക്ട് ചെയ്യാൻ പറ്റുന്നത്. ഒരു നല്ല രീതിയിലുള്ള ഒരു പ്രപ്പോർഷൻ ആണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു കളർ ആവും, ലൈറ്റ് പിങ്കിഷ് കളർ ആയിരിക്കും, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ കയ്യിൽ ഈ കറുത്ത പുള്ളി വരുന്നതും ഒന്നും നല്ലതല്ല. ഈ കൈയുടെ എടുത്തു കഴിഞ്ഞാൽ കൈയുടെ ഏത് മൗണ്ടിലും ബ്ലാക്ക് സ്പോട്ട് വരുന്നത് ഒരു ഗുഡ് സൈൻ അല്ല. പിന്നെ മറ്റുള്ള രീതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് സ്പെഷ്യൽ ലൈനുകളുണ്ട് കയ്യിൽ. അതുകൂടെ ഒരു സ്പെഷ്യൽ ലൈനും കൂടെ ഞാൻ പറയാം. നമ്മുടെ ഈ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് ഈ പറയുന്ന ബുധമണ്ഡലത്തിലോട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വളഞ്ഞ് വില്ല് പോലെ ഒരു ലൈൻ പോകും. ഈ ലൈനിന്റെ പേരാണ് സരസ്വതി ലേഖ അല്ലെങ്കിൽ ഇൻഡ്യൂഷൻ ലൈൻ. ഈ ഇൻഡ്യൂഷൻ ലൈൻ ഉള്ള വ്യക്തികൾക്ക് ഒരു നോളജിന്റെയും ആവശ്യം അവർക്കില്ല. ബിക്കോസ് അവർ ടോട്ടലി അവരുടെ എന്താ പറയുക ഇൻറ്റ്യൂഷൻ കറക്റ്റ് ആയിരിക്കും. അവർ വെറുതെ ഇരുന്നിട്ട് പ്രെഡിക്റ്റ് ചെയ്താൽ മാത്രം മതി, അവരെന്ത് പറയുന്നു അതുപോലെ നടക്കും. അത്ഭുതകരമായിട്ടുള്ള ആൾക്കാരിൽ സരസ്വതി ലേഖ എന്നതിന് പേര്. അപ്പൊ അത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ കാണാം. അതുപോലെ തന്നെ വേറൊരു സ്പെഷ്യൽ ലൈനാണ് നമ്മുടെ ചൂണ്ടുവിരലിന് താഴെ കാണുന്ന ഈ
സോളമൻ റിംഗ്. കിങ് സോളമന്റെ കയ്യിൽ കിങ് സോളമന്റെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് ഇതിന് സോളമൻ റിംഗ് എന്നുള്ള പേര് വന്നത്. സോളമൻ റിംഗ് വന്നു കഴിഞ്ഞാൽ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കും. ഈ സോളമൻ റിംഗ് ഉണ്ടെങ്കിൽ 1000 ദോഷങ്ങൾ നമുക്ക് പരിഹരിക്കപ്പെടും. അതൊരു വിസ്ഡം ലൈനാണ്. വിസ്ഡം എന്ന് പറയുമ്പോൾ ദൈവികമായ നോളജിലോട്ട് എത്തപ്പെടാൻ സാധ്യതയുള്ള വ്യക്തിയാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ഈ ഒരു വ്യക്തിയുടെ, പുരുഷന്റെയോ സ്ത്രീയുടെ കയ്യിൽ ഒരു സോളമൻ റിംഗ് കണ്ടു കഴിഞ്ഞാൽ ഒരു ചാൻസ്, ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ദിസ് പേഴ്സൺ ബിക്കെയിം ദ ഹസ്ബൻഡ് ഓർ വൈഫ് ഓഫ് ഇന്റർകാസ്റ്റ് ഓർ ഇന്റർ റിലീജിയൻ പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കാസ്റ്റിസം അല്ല ഞാൻ ഈ പറയുന്നത്. അദ്ദേഹത്തിന്റെ കൾച്ചറിൽ നിന്ന് ടോട്ടലി ഡിഫറെന്റ് ആയ ഒരു കൾച്ചറുള്ള, ചിലപ്പോൾ ഒരു ഫോറിനർ ആയിരിക്കാം, അതുമായിട്ട് ബന്ധപ്പെട്ടായിട്ടുള്ള ഒരു ബന്ധം വരികയും ആ ഒരു റിലേഷൻഷിപ്പിൽ എത്തപ്പെടാനുള്ള ഒരു സാധ്യത, മറ്റൊരു സംസ്കാരത്തിൽപ്പെട്ട് ജീവിക്കുകയും ആ ഒരു ബന്ധപ്പെട്ടുള്ള വ്യക്തിയുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത പറയാം. ഒന്ന്. രണ്ടാമത്തെ പോസിബിലിറ്റി, ഈ പേഴ്സൺ ഹി ബിക്കെയിം ദ കസ്റ്റോഡിയൻ ഓഫ് പ്രോപ്പർട്ടി ഓഫ് അതേഴ്സ്. ഈ വ്യക്തിക്ക് മറ്റൊരാളുടെ സ്വത്ത് സ്വന്തം സ്വത്ത് പോലെ വെച്ച് അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരും. എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് മനസ്സിലാക്കുന്ന ആവശ്യം 6-ാം തമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിലെ മോഹൻലാൽ, കാരണം അദ്ദേഹത്തിന്റെ അല്ല പ്രോപ്പർട്ടി, അദ്ദേഹം ബിനാമി പോലെ അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ നിൽക്കുന്നു. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ സാറിന് ഒരു ഫ്രണ്ട് അദ്ദേഹത്തിന്റെ ഫ്ലാറ്റ്, അദ്ദേഹം ദുബായിലോ അമേരിക്കയിലോ പോവുകയാണ്, അങ്ങയെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് പോകുന്നു. അങ്ങാണ് ഇത് എല്ലാവർക്കും ലീസിന് കൊടുക്കുകയും മറ്റും ചെയ്യുന്നത്. ആൾക്കാരുടെ മുന്നിൽ ഇദ്ദേഹമാണ് ഇതിന്റെ ഓണർ. നമ്മുടെ ഈ ബോഡി പോലും നമ്മൾ എടുക്കണമെങ്കിൽ നമ്മളെല്ലാം ടെമ്പററി ഓണേഴ്സ് ആണ്, അത് വേറെ വിഷയം. പക്ഷെ ഇത് പറയുന്നത് ആ ഒരു സത്യതയാണ്. ഈ 3ാമത്തെ ചാൻസ് എന്ന് പറഞ്ഞാൽ ദിസ് പേഴ്സൺ ബിക്കേം എക്സ്പെർട്ട് ഇൻ ഒക്കൾട്ട് നോളജ്. നിഗൂഢ ശാസ്ത്രങ്ങൾ പഠിക്കാനുള്ള യോഗം ഈ വ്യക്തിയിലുണ്ടാവും. ജ്യോതിഷം, ഹസ്തരേഖ, ഹിപ്നോതെറാപ്പി, ഹിപ്നോട്ടിസം, റെക്കി, പ്രാണിക് ഹീലിംഗ്, ഹാക്കിങ്, മാജിക്, ബ്ലാക്ക് മാജിക്, മന്ത്രവാദം, എല്ലാം ഇവർക്ക് ഇങ്ങനെയുള്ള നിഗൂഢ ശാസ്ത്രങ്ങൾ ഇവർ എക്സ്പെർട്ട് ആവും. എന്ത് തന്നെ പറഞ്ഞാലും സോളമൻ റിംഗ് ഉള്ള ഒരു വ്യക്തി ഈശ്വരീയമായ ജ്ഞാനം ലഭിക്കുന്ന വ്യക്തിയായിരിക്കും. അവർക്ക് 1000 ദോഷങ്ങൾ പോലും പരിഹരിക്കപ്പെടും. കിങ് സോളമന്റെ കയ്യിൽ അദ്ദേഹം ഈ ആൾവേസ് സ്റ്റാൻഡ് ഫോർ ജസ്റ്റിസ്. അദ്ദേഹത്തിന്റെ ജസ്റ്റിസിനെ കുറിച്ച് കുഞ്ഞിന് ഒരു അമ്മമാരുടെ അറിയാമല്ലോ. അപ്പൊ അവിടെ അത്രയുമുള്ള ജഡ്ജിമെന്റ്, നല്ലൊരു ജഡ്ജിമെന്റിൽ എത്താനും ഗംഭീരമായ ഒരു ജഡ്ജ്മെന്റ് ആണ്. ഒരാൾ ഒരു പക്ഷിയെ ഇങ്ങനെ അതിനകത്ത് ജീവനുള്ളതാണോ സ്പോട്ടിൽ പറഞ്ഞു അതിന്റെ ജീവൻ നിന്റെ കയ്യിലാണെന്ന്. അത് എത്ര മീനിങ് ഫുൾ ആയിട്ടുള്ള ആൻസർ ആണ്. കാരണം ഇവിടെ അങ്ങനെ ഇരിക്കുന്നത് എന്ത് ആൻസർ പറയുമോ അതിനെ എഗൻസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഗോ ടു ആൻസർ എന്ന് പറയുന്ന ഏറ്റവും വിഖ്യാതമായ പ്രയോഗം അദ്ദേഹത്തിന്റെ. ഉറുമ്പുകളെ നിരീക്ഷിക്കുക എന്ന് പറഞ്ഞു, ഉറുമ്പുകളിലേക്ക് പോകുക എന്ന് പറയുന്ന ഗംഭീര മനുഷ്യനാണ്. അതെ.